Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജ് ഫിഷ് ഐറ്റം, അതായത് പ്രോൺസ് വെച്ചാൽ ചെയ്യാൻ പോകുന്നത്. ഈ റെസിപ്പി എവിടെ കിട്ടിയതെന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ അപ്പായുടെ അമ്മ ട്രിവാൻഡ്രം വൈഡബ്ലേസിലെ ഭയങ്കര നല്ലൊരു മെമ്പറായിരുന്നു. പുള്ളിക്കാരത്തി എല്ലാ സ്പോർട്സിനും ഈ പറഞ്ഞ പോലെ എല്ലാ ആക്ടിവിറ്റീസിനും ചേർന്നൊരു മിടുക്കിയായിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഞങ്ങൾ കൊച്ചുമക്കളിലൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അതായത് എൻ്റെ അമ്മച്ചി ആലോചിച്ച് നോക്കിയേ, ഒരു 75-80 ഇയേഴ്സിൽ പോലും ഈ ചാക്ക് പിടിച്ചിട്ട് നമ്മൾ റേസ് നടത്തത്തില്ലേ, അതിൽ പോലും എൻ്റെ അമ്മച്ചി പങ്കെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ അമ്മച്ചിയുടെ ഒരു റെസിപ്പി കൈ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു, റെസിപ്പി ബുക്ക്. അതിനകത്ത് അമ്മച്ചി കുറേ റെസിപ്പീസ് എഴുതി വെച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ ഓൺ റെസിപ്പീസ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ അമ്മച്ചി പഠിച്ചതും അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് എങ്ങാണ്ട് മിസ്സസ് കെ മാത്യു അമ്മച്ചിയുടെ ഒരു ക്ലാസ് എങ്ങാണ്ട് വൈഡബ്ലേസിൽ ഉണ്ടായിരുന്നായിരിക്കും. അപ്പം അമ്മച്ചി അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്താ പറയുക, പ്രോൺസ് കുറുമ ബൈ മിസ്സസ് കെ മാത്യൂസ് റെസിപ്പി എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ അമ്മച്ചി വന്നിട്ടുണ്ടായിരിക്കാം. അതായത് എൻ്റെ അമ്മയുടെ രുചി തേടിയുള്ള യാത്രയിൽ ആദ്യമായിട്ട് എനിക്ക് ഇൻസ്പയർഡ് ആയത് ശരിക്കും മിസ്സസ് കെ മാത്യു അമ്മച്ചിയുടെയാണ്. അവിടെ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ കുക്കിംഗ് ഇങ്ങനെ അളവൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതായത് കുറച്ചുകൂടെ നമ്മൾ അതായത് ഏട്ടൻ്റെ അമ്മ പഠിപ്പിച്ചതിന് ശേഷം കുറച്ചുകൂടെ ഒക്കെ കുക്കിംഗ് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു, കുറച്ചുകൂടെയൊക്കെ അറിവുകൾ നേടണം എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം വാങ്ങിച്ച ബുക്ക് എന്ന് പറയുന്നത് കെ മാത്യു അമ്മച്ചിയുടെ ബുക്കാണ്. കാര്യം അത് വാങ്ങിക്കാൻ കാര്യം എൻ്റെ അമ്മയുടെ രുചി എവിടെയെങ്കിലും ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അപ്പ പറയുമ്പോൾ ഐഡിയ ഇത് അമ്മ ഉണ്ടാക്കുന്ന പോലെയാ എന്നൊക്കെ പറഞ്ഞാൽ ഒരു റെസിപ്പി ബുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന രീതിയിൽ കണ്ടുപിടിച്ച. അപ്പോൾ ഇപ്പം ഈ റെസിപ്പിക്കകത്ത്, ഈ ബുക്കിനകത്ത് ഈ ഒരു റെസിപ്പി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അമ്മച്ചി അത് ആക്സെപ്റ്റ് ചെയ്ത് എഴുതിയെടുത്ത ഒരു റെസിപ്പി. അപ്പോൾ അത് ഇന്ന് നമുക്ക് ചെയ്യാം. ഇത് ചെയ്യാൻ പോകുന്നത് കൊഞ്ച് കുറുമയാണ് ചെയ്യുന്നത്. ഇപ്പം അമ്മച്ചിയില്ല, ജീവിച്ചിരിപ്പില്ല. പക്ഷെ എന്നാലും എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ഞാൻ ഈ ഒരു എന്താ പറയുക കൊഞ്ച് റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യാം. ഇതിനെന്നാ വേണ്ടതെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, നമ്മുടെ വീടുകളിലുള്ള അതേ സാധനങ്ങൾ തന്നെയാണ്. കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ കൊഞ്ചാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഒരു വലിയ 2 സവാള അരിഞ്ഞതാ. പിന്നെ വേണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇത് മേടിച്ചതാണ്, അല്ലാതെ ഞാൻ അരച്ചതല്ല. അപ്പം മേടിക്കുവാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, കുറച്ച് ചേർത്താൽ മതി. അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണോളം വെളുത്തുള്ളിയും 1 ടീസ്പൂണോളം ഇഞ്ചിയും ചേർക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങ നല്ല മഷി പോലെ അരച്ചത്. ഇതിൻ്റെ കൂടെ കുറച്ച് കശകശയും കൂടെ അരയ്ക്കുവാന്നേലും നല്ലതാണ്. പിന്നെ വേണ്ടിയത് നമ്മുടെ വീട്ടിലുള്ള അതേ പൊടികളാണ്. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളകാണ്, കുറച്ച് മല്ലിപ്പൊടി. പിന്നെ വേണ്ടിയത് ഒരു തക്കാളിയാണ്, ഒരു മുഴുത്ത തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് തൈര്, ഒരുപാടല്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് തക്കാളി ചേരുന്നുണ്ട്, എന്നാൽ പുളി ആയിട്ട് കുടംപുളിയോ വാളംപുളിയോ അങ്ങനെ ഒന്നും ചേരുന്നില്ല. അപ്പം അതിൻ്റെതായ പുളി തൈരിന് വേണം, പക്ഷെ ഒത്തിരി പുളിയുള്ള തൈര് ചേർക്കുകയും ചെയ്യരുത്. ഇത് 1 കിലോളം കൊഞ്ചാ മേടിച്ച്. പിന്നെ ഇത് കുറച്ച് കാഷ്യൂ പേസ്റ്റ് അരച്ചതാ. പിന്നെ നമുക്ക് അല്ലാതെ ഇടാനായിട്ട് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക് 2ആയിട്ട് കീറിയത്, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി നീളത്തിൽ. അതായത് ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു ഇച്ചിരി 2ആയിട്ട് ഇങ്ങനെ കീറിയിട്ടേക്കുവാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇതെല്ലാം വെക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അതല്ല റിഫൈൻഡ് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, പക്ഷെ വെളിച്ചെണ്ണയിൽ വെക്കുന്നതല്ലേ കുറച്ചുകൂടെ ടേസ്റ്റ്. എന്നാന്ന് വെച്ചാൽ തേങ്ങ അരച്ചതാ, പിന്നെ എല്ലാം നാടൻ വിഭവങ്ങളാണ്. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കടുക് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇടാറില്ല. ചിലർ കുറുമയിൽ ഇടാറുണ്ട്, പക്ഷെ ഞാനിവിടെ ഇടുന്നില്ല. അമ്മച്ചി എഴുതിയ റെസിപ്പിക്കകത്തില്ല. അപ്പം നമ്മൾ കാർന്നോമാർ കാണിച്ചു തരുന്നത് ആ ഒരു ഫൗണ്ടേഷൻ വിട്ട് കളിക്കുന്നത് താല്പര്യമില്ല എനിക്ക്. കാര്യം ഞാൻ എനിക്ക് അങ്ങനെ പാചകം പഠിച്ചു വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ പാചകം പഠിച്ചതിന് ശേഷം അതിന് വരുന്ന കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചെയ്തപ്പോൾ നല്ലതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പ്രേക്ഷകർക്കും കൂടെ കാണിക്കാം. ഇപ്പോൾ ഫസ്റ്റിനകത്തോട്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുവേ. ഇനി ചട്ടി ഒന്ന് നല്ല അസലായിട്ട് ചൂടാവാതെ നമുക്ക് ഉള്ളി ഇടാൻ നോക്കുകയില്ല. ഓക്കെ, എണ്ണയൊക്കെ നല്ലതായിട്ട് ചൂടായി വന്നു. ഇനി ഇതിനകത്തോട്ട്
ഞാൻ ഈ സവാള ചേർക്കുക. സവാള മുഴുത്ത 2 എണ്ണമാണ്, പക്ഷെ നമുക്ക് കൊഞ്ചു വേവുമ്പോൾ ഉണ്ടല്ലോ ഇതിൽ നിന്നും കുഞ്ഞാവും. അപ്പോൾ ഒരുപാട് സവാള ചേർത്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മധുരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു കണക്ക് 2 സവാള പറഞ്ഞതേ ഉള്ളൂ, നോക്കി കണ്ടേച്ചൊന്ന് ചേർത്തേച്ചാൽ മതി. അതായത് നമുക്ക് പാചകം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അതിൻ്റെ അളവ് എത്രയാ ഏതാന്നുള്ളത്. ഉള്ളി ഒരു ഇച്ചിരി വാടി കിട്ടാനായിട്ട് ഇച്ചിരി ഉപ്പ്. ഉള്ളി വാടുക എന്ന് പറഞ്ഞാൽ നല്ല അസലായിട്ട് വാടണം. അതായത് ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രാൻസ്പെറന്റ് അങ്ങനെയല്ല, നല്ലതായിട്ട് ഒന്ന് വെന്ത് നല്ല ചുരുങ്ങി വരണം. എന്നാൽ മൊരിയാനും പാടില്ല. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മേടിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാ ചേർക്കുന്നത്. അപ്പൊ ആ ചേർക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ തന്നെ അതിനും വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് പറ്റി അതും ഒന്ന് മുരിഞ്ഞു വരുവേ. അല്ലാതെ നമ്മൾ ചേർക്കുവാന്നേല് ചിലപ്പം അതിന്റെ ഒരു കുത്തല് മുന്നേ നിൽക്കും. ഇഞ്ചി വെളുത്തുള്ളിയുടെ അളവ് എങ്ങനെയാന്ന് വെച്ചാൽ വെളുത്തുള്ളി 2 സ്പൂണും ഇഞ്ചി 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ കണക്കാണ്. ഇപ്പൊ മേടിക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ചേർക്കത്തില്ല, 3/4 ടീസ്പൂൺ കണക്കേ ചേർക്കുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ഉള്ളി ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ലൂസന്റ് അതൊന്നും അല്ല, ഈ പറഞ്ഞ പോലെ അതും കഴിഞ്ഞ് അതിങ്ങനെ വെന്ത് ഇങ്ങനെ ചുരുങ്ങി വരുവല്ലേ. അപ്പൊ നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനി തീ ഒരു ഇച്ചിരി നല്ലോണം കുറച്ചേച്ച് വേണം നമുക്ക് ഈ പറഞ്ഞ പോലെ പൊടികളെല്ലാം ചേർക്കാനായിട്ട്. ഇപ്പൊ ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം വിചാരിച്ചോ. ഓക്കെ, അത് കഴിഞ്ഞ ഒരു കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ആണെങ്കിൽ ഞാൻ ആക്ച്വലി തീ ഒന്ന് ഓഫ് ചെയ്യുവാണേ. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി തീ കൂടിപ്പോയി കഴിഞ്ഞാൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ 2 ടീസ്പൂൺ ആയിരിക്കണം മല്ലിപ്പൊടി. ഈ പൊടി ഒരു ഇച്ചിരി മൂത്തതിന് ശേഷം ബാക്കി ചേർക്കാം. ഒരുപാട് അങ്ങ് മൂക്കണ്ട, എന്നാൽ ആ ഒരു റോ ടേസ്റ്റ് മാറുകയും വേണം. കണ്ടോ, ചട്ടിക്ക് തന്നെ നല്ല ചൂടാ, അന്നേരം ഈ പൊടി അങ്ങ് മൂക്കാനായിട്ട് എത്ര നേരം വേണം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് തക്കാളിയാണേ. ഒരു മുഴുത്ത തക്കാളി അല്ലെങ്കിൽ ഒരു 2 മീഡിയം സൈസ്. ഇനി അടുപ്പ് കത്തിക്കാം. തക്കാളി ഒരു എന്നാ പറയാ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക്, അതായത് അങ്ങ് ഉടഞ്ഞ ആ മാഷ് വരും അങ്ങനെ വേണ്ട. ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി തൈര് ചേർക്കാവേ. തക്കാളിയുടെ പുളി നോക്കണം, പഴുത്ത തക്കാളിയാ ബെസ്റ്റ്. ഇതല്ലാതെ ഒരു 2 ടേബിൾ സ്പൂണോളവും വരികയില്ല, എന്നാൽ ഒരു 3 ടീസ്പൂൺ കണക്കാക്കി വെച്ചു, അത്രയും മതി. ഇനി ചേർത്ത തൈര് നമ്മൾ ആ കറിയിലോട്ട് ചേർക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഏതാണ്ട് ഇത് പിരിഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ പറയുക. പിന്നെ അതിൻ്റെ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട്, അതൊന്ന് വറ്റണം. ഇതെല്ലാം ആ പ്രൊസീജിയർ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പക്ഷെ ഇതെല്ലാം ചേർക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ആലോചിക്കണം, ഇൻഗ്രീഡിയൻസ് 1 by 1 ചേർക്കുമ്പോൾ ഫസ്റ്റ് ചേർത്ത് എണ്ണ തെളിയണം, രണ്ടാമത്തെ ചേർക്കുമ്പം അതും വഴുന്ന എണ്ണ തെളിയണം. ആ ഒരു പ്രൊസീജിയർ നമ്മൾ ശ്രദ്ധിച്ചേച്ചാൽ മതി. അപ്പൊ കറിക്ക് ഒരു പച്ചച്ചൊവയോ അങ്ങനെ ഒന്നും വരികയില്ല. ഇപ്പൊ ചട്ടി നോക്കുമ്പോ തന്നെ അറിയാം, ഞാൻ ഓരോന്നായിട്ട് ചേർക്കുമ്പോ തന്നെ വേണ്ട എണ്ണ ഈ സൈഡിലൊക്കെ തെളിഞ്ഞു വരുന്ന കണ്ടോ. നല്ലോണം നോക്കേ, ആ ചേർത്തേക്കുന്ന എല്ലാം വെള്ളവും പറ്റിയേച്ച് എണ്ണ തെളിയുവാണേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മുടെ കൊഞ്ച്, ഉള്ളി വഴറ്റാൻ നേരം ചേർത്ത ഉപ്പേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല.
പക്ഷേ കൊഞ്ചിന് നമ്മുടെ ഇവിടെ ഭയങ്കര ഷെഫ്സ് എല്ലാവരും വന്നത്, അതായത് അബീത്ത പറഞ്ഞു, ഷെഫ് പിള്ള സാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കൊഞ്ചിന് ബേസിക്കലി കുറച്ചൊരു ഉപ്പ് രസം ഉള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും കൊഞ്ചിന് ഉപ്പ് ചേർക്കാൻ. അപ്പം ഞാനിവിടെ ഉള്ളിയിൽ മാത്രമേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കൊഞ്ചിന് ബേസിക്കലി ഉപ്പുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ കറിക്ക് ചേരാനും വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുവാണേ. ഇപ്പൊ കൊഞ്ച് ചേർത്തു. ഇനി ഈ കൊഞ്ച് വേവാനായിട്ട് വെള്ളം വേണം. അതിൽ നിന്ന് തന്നെ വെള്ളം ഊറും, പക്ഷെ അത് പോരാ, കുറച്ചുകൂടെ. ആക്ച്വലി ശരിക്കും പറയുവാണെങ്കിൽ അത് മതി, പക്ഷെ എന്നാലും നമുക്ക് ഇച്ചിരി ചാറ് വേണ്ടേ. പിന്നെ ഈ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്, തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട്, കശകശ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ അരച്ച്. അതായത് തേങ്ങയും അണ്ടിപ്പരിപ്പും കശകശയും ഇതെല്ലാം 2 ടീസ്പൂണ്, കശകശ 2 ടീസ്പൂണ്, അണ്ടിപ്പരിപ്പ് 2 ടീസ്പൂണ്, തേങ്ങ മാത്രം 3 ടേബിൾ സ്പൂൺ എടുത്തേച്ച് നല്ല മഷി പോലെ അരച്ചിനകത്ത് അങ്ങ് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിക്കുവാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങായും എല്ലാം ചേർക്കാം. അണ്ടിപ്പരിപ്പ് ലാസ്റ്റ് അരച്ചത് ലാസ്റ്റ് ചേർത്താലും മതി, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല, നമ്മൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നുമില്ല. വെള്ളം ഒഴിച്ചു. ഇനി നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങ അരച്ചതും അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടെ ചേർക്കുവാണേ. തേങ്ങ അരച്ചതും നല്ല പേസ്റ്റ് പരുവായിരിക്കണം. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി അരിഞ്ഞു വെച്ചത്, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക് ഇതും കൂടി ഇട്ടേച്ച് അടച്ചു വെക്കാം. കൊഞ്ച് വേവേണ്ട താമസമേ ഉള്ളൂ കുറുമ റെഡി ആവാൻ. വലിയ പണിയില്ല, പക്ഷെ നല്ല മണമുണ്ട്. അപ്പം വലിയ ബഹളം ഇല്ലാത്ത ഒരു നല്ല അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് കറി. വലിയ എരിവില്ല, എന്നാൽ എരിവ് വേണ്ടതനുസരിച്ച് കൂട്ടിക്കണം കേട്ടോ, കുറയ്ക്കൊന്നും വേണ്ട. കൊഞ്ച് വേവുന്നതിന് ഇട്ടിട്ട് കുറച്ച് സമയമായി. തിളയ്ക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തിളച്ച് അതൊന്ന് വേവുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം നോക്കി വെച്ച് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പൊടി ചേർക്കുകയാണെങ്കിൽ മാത്രം കുറച്ച് എണ്ണയൊന്ന് ചൂടാക്കി അതിനകത്തൊന്ന് പൊടി മൂപ്പിക്കുക. അതായത് ഒന്ന് വേവുന്ന, നമ്മളിവിടെ ചെയ്തില്ലേ ആ സെയിം സാധനം, അതൊന്ന് മൂപ്പിച്ചേച്ചിട്ടാലല്ലേ പച്ചച്ചോവ ഉണ്ടാവത്തില്ല. അത് മാത്രമേ ഉള്ളൂ. വെരി സിമ്പിൾ ബട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബെസ്റ്റ് കോമ്പിനേഷൻ ഇസ് അപ്പം, ഇടിയപ്പം, പത്തിരി. ഒന്നും വേണ്ട, ചോറും ഇച്ചിരി കാച്ചിമോരോ പുളിച്ചുവേരിയോ എന്നതേലും ഉണ്ടെങ്കിൽ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് എരിവ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് പറ്റിയാലേ ഏറ്റക്കുറച്ചിൽ വരുത്താവുന്നതേ ഉള്ളൂ.